ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 31st മോർണിംഗ് ഇപ്പോൾ ഒരു 6:45 ഒക്കെ ആയിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ദ ഫൈനൽ പാർട്ട് ഓഫ് ആ വ്ളോഗ്. നമ്മൾ ബനാന ബീച്ചിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. എനിക്ക് രാവിലത്തെ സൺറൈസ് ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ വെസ്റ്റ് ഫേസിങ് ആണെന്ന്. അപ്പോൾ പിന്നെ പുറത്ത് വന്ന് നമ്മളുടെ സീറ്റിംഗ് ഏരിയയിലുള്ള കുഷ്യൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ആ ഒരു ബഹളമൊന്നും ഇല്ലാതെ നമ്മുടെ വേവ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖമുണ്ടായിരുന്നു. പോരാത്തതിന് തണുപ്പും ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എണീറ്റ് റെഡിയാവാൻ പോകാൻ തുടങ്ങി. കാരണം നമ്മൾ 7:30ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം, 7:30 to 10:30. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ അധികം ക്രൗഡൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിച്ചിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അകത്തേക്ക് പോയി റെഡിയാവാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് രാവിലെ ആവുന്നതിൻ്റെയും ആ സ്കൈ ഒക്കെ ചേഞ്ച് ആവുന്നതിൻ്റെയും ഒക്കെ വിഷ്വൽസ് കാണാൻ പറ്റും. പിന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേവ്സ് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. രാവിലെയുള്ള സ്ഥലത്തായിരിക്കില്ല പിന്നെ വേവ്സ് ഉണ്ടാവുക. വേവ്സ് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഫ്രഷായി റെഡിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോയാലോ? നമ്മൾ ഡോറ് തുറന്നപ്പോൾ തന്നെ ഒരു ചെറിയ തണുപ്പും ആ പൂക്കളും സൺറൈസും ആകെ മൊത്തം ഭയങ്കര സുഖമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പരിസരത്തുള്ള ആരും എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആകെ ഒരു ബഹളമൊന്നുമില്ല, ഭയങ്കര കാമായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഒരു യാഫ റൂമിലും ഒരു മലയാളി ഫാമിലിയാണ്. അങ്ങനെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഇനി നേരെ ഹ്യൂമൻ ക്ലബിലേക്ക് പോവാണ്. അവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാവിലെ 7:30 to 10:30 ആണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. സോ ആ ടൈമിന് കൃത്യമായിട്ട് വരണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂംസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ലൈനിൽ മൊത്തം ഷാലേസ് ആയിരുന്നു. സോ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റൂംസും ഉണ്ട്, പിന്നെ ഒരു പ്രൈവറ്റ് പൂളും അവൈലബിൾ ആണ്. റൂംസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കാം. അതല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ റൂംസിൻ്റെ ഒക്കെ വീഡിയോസ് കാണാൻ പറ്റും. സോ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗുഡ് മോർണിംഗ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഉണ്ടോ ഫിഷിങ് ചെയ്യാൻ നിൽക്കുന്നൊരു പാട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ക്ലബിലേക്കുള്ള വഴി. അധികം ആരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും രാവിലത്തെ വ്യൂ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെയും ഒരു പൂളുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ അത് എത്രത്തോളം കണ്ടു എന്നറിയില്ല. സോ ഇവിടെ ഒരു പൂളും ഉണ്ട്, പിന്നെ ബീച്ചിലേക്കുള്ളൊരു ആക്സസ്സും ഉണ്ട്. ഈ പൂളിൻ്റെ ഇവിടെ ഒരു ഊഞ്ഞാലും ഉണ്ടായിരുന്നു. എനിക്ക് അവിടെയും കയറി നിന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. ആ ഒരു ഊഞ്ഞാൽ ഇരുന്നിട്ട് പിന്നെ അവിടെ എങ്ങനെ കയറി പറ്റുമെന്ന് അറിയില്ലായിരുന്നു. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലേക്ക് പോയി. സോ ബുഫേയിൽ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പാൻകേക്സ് ആയിരുന്നു. പാൻകേക്സിൻ്റെ സിറപ്പും അവിടെ കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇത് ബേക്ക്ഡ് ബീൻസും മറ്റേ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സ്ക്രാമ്പിൾഡ് എഗ് ആൻഡ് ബോയിൽഡ് എഗ് ആണ്. ഇത് ബുഫേയിൽ എന്തായാലും ഉണ്ടാവുന്നൊരു ഐറ്റം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് മൊസാക്ക ആൻഡ് ബനാഡോറ. സോ ബനാഡോറ എന്താണെന്ന് എനിക്കറിയില്ല. മൊസാക്ക നമ്മുടെ വഴുതനങ്ങേനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ചിക്കൻ സോസേജും സലാമിയും ആണ്. പിന്നെ ബോയിൽഡ് വെജീസ് ആൻഡ് പൊട്ടാറ്റോ ഫ്രൈസ്. അടുത്തത് അറബിക് ബ്രെഡാണ്, കുബൂസ്. പിന്നെ സ്ലൈസ്ഡ് വൈറ്റ് ബ്രെഡ്. കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഹോട്ട് മിൽക്ക് ഉണ്ടായിരുന്നു, ഹോട്ട് വാട്ടർ, പിന്നെ ടീ ആൻഡ് കോഫി.
സോ ടേബിളിൽ അറേഞ്ച് ചെയ്ത ഐറ്റംസിൽ ചിക്കൻ സലാമി, ക്യുക്കമ്പർ, സുക്കിനി, ക്യാബേജ്, ലെറ്റസ്, ടൊമാറ്റോ, ഓറഞ്ചസ്, വാട്ടർമെലൺ, കെച്ചപ്സ് ആൻഡ് സീസണിങ്സ്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, ബട്ടർ, ചീസ്, ഒലീവ്സ് ആൻഡ് ഇത് ഹുമ്മൂസും വേറൊരു സ്പ്രെഡും ആണ്. ഇത്രയാണ് നമുക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ഒരു ലൈവ് കൗണ്ടർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഓംലെറ്റ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. പിന്നെ ഉള്ളത് ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ആണ്. സോ രാവിലെ ആയതുകൊണ്ട് കണ്ടോ അധികം ആരുമില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. നമ്മൾ ഹ്യൂമൻ ക്ലബിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇരിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പൂൾ സൈഡാണ്. പിന്നെ ഏറ്റവും ബാക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബെഡും 2 ചെയറും ഒരു ടേബിളും എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോത്ത് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രാത്രി ഇവിടെ ഇനി ആരെങ്കിലും കിടക്കുമോ, എന്തെങ്കിലും പൂൾ പാർട്ടിയൊക്കെ നടക്കുമ്പം കിടക്കാൻ വേണ്ടിയിട്ടാണോ എന്നെനിക്കറിയില്ല. കാരണം പൂളിൻ്റെ തൊട്ട് സൈഡിലാണ്. സോ മേ ബി പൂൾ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പൂളിൽ ഇതുപോലെ ഒരുപാട് സ്വിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്, വോളിബോളൊക്കെ കളിക്കാൻ നിങ്ങൾക്ക് പൂളിൽ നിന്നിട്ട്. ഇഷ്ടംപോലെ പൂളുണ്ട് കേട്ടോ, ഫാമിലി പൂൾ, അഡൾട്ട് പൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ രാവിലെ റൂംസിലേക്ക് പോകുമ്പോൾ ഒരു പൂളുണ്ടായിരുന്നു. അതുകൂടെ നമ്മുടെ DJ നടക്കുന്ന സ്ഥലത്തൊരു പൂളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പൂളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നു വന്ന ഈ കാണുന്ന ഡോർസ് എന്ന് പറഞ്ഞാൽ വാഷ്റൂംസ് ആണ് കേട്ടോ. ഹലോ, ഹായ് നിതിൻ. നിതിൻ എപ്പോഴും എന്നോട് പറയും നീ വീഡിയോയിൽ എന്നെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി നടക്കും. പക്ഷെ എന്നാലും ഞാൻ വീഡിയോയിൽ പിടിച്ചിടും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചൊറിയാൻ വേണ്ടിയിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പൂൾ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുക. നമ്മൾ അതിലേക്ക് ഇറങ്ങി ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇരിക്കാനൊക്കെയുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ആ ഊഞ്ഞാലിരുന്നിട്ടാണ് കുറേ ഫോട്ടോസ് എടുത്തതും ഊഞ്ഞാലാടിയതൊക്കെ. അപ്പം നോക്കിയ കടൽ ഇവിടെ വരെ കയറി. ആ ഊഞ്ഞാലിലാണ് ഞങ്ങളിരുന്നത്. ആ ഊഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് മുങ്ങി. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കടൽ കാണിച്ചു തന്നപ്പം അത് എവിടെയായിരുന്നു, കുറച്ചും കൂടി ഇറങ്ങിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടോ ഇവിടെ വരെ കയറി, നമ്മുടെ തൊട്ടടുത്ത് വരെ വെള്ളം കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഇവിടെ ആയിരുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ വിഷ്വൽ കൊടുക്കാം. ഇതാ കണ്ടോ, ഇന്നലെ വൈകുന്നേരം അത്രയും ദൂരെയായിരുന്നു കടലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടം വരെ എത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങിക്കളയാമെന്ന് വിചാരിച്ചത്. ഇതിന് ഇറങ്ങി ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടോക്കെ ഹായ് കണ്ടോ, ദേ അവിടെ പോയി നിൽക്കുന്നുണ്ട്. വെള്ളം കയറി അവിടെ എത്തി. അപ്പം ഞാനിനി അവിടെ പോട്ടെ. ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. ആദ്യം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ആ തണുപ്പിന് ഇറങ്ങണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു മടിയുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നല്ലൊരു രസമായിരുന്നു. നിങ്ങൾ കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വിങ്ങിൻ്റെ ഒക്കെ പരിസരത്തൊരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി. പക്ഷെ എനിക്ക് ഒരുപാട് ദൂരേക്ക് പോകാൻ കുറച്ച് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പരിസരത്ത് തന്നെ മാക്സിമം നിന്ന് ഇങ്ങനെ നടന്ന് കളിക്കുമായിരുന്നു. നിതിൻ കുറച്ചും കൂടെ ബാക്കോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നിതിന് സ്വിമ്മിങ് അറിയാം, അതുകൊണ്ട് ബാക്കോട്ട് പോയാലും പ്രശ്നമില്ല, നീന്തിയെങ്കിലും കരയ്ക്ക് വരും. പക്ഷേ എനിക്ക് സ്വിമ്മിങ് അറിയില്ല, അതുകൊണ്ട് എനിക്ക് വെള്ളം കുറച്ച് പേടിയുണ്ട്. ആൻഡ് ഇപ്പോൾ കാണുന്ന പോലെ അത്ര സ്കാരി ഒന്നുമല്ല കേട്ടോ. നമുക്ക് വെള്ളത്തിലിറങ്ങിയാലും താഴെ പൂഴി കാണാൻ പറ്റും. പിന്നെ ഹൈറ്റും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, എൻ്റെ ഒരു മുട്ടിൻ്റെ ലെവലിലൊക്കെ ഹൈറ്റുള്ളൂ. അപ്പോൾ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിനി ചേഞ്ച് ചെയ്യണം, ബാക്കിയെല്ലാം പാക്ക് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് കയറി. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ആ പെയിൻറ്റിങ്സ് കണ്ടതിൻ്റെ ബാക്കിലും കുറച്ച് റൂംസ് ഉണ്ടെന്ന്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പം ഞങ്ങൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയാൽ ഡ്യൂപ്ലേ റൂംസും റൈറ്റിലേക്ക് മേലേക്ക് പോയി കഴിഞ്ഞാൽ ടെൻസുമാണ്. അപ്പോൾ ഞങ്ങൾ ലെഫ്റ്റിലേക്ക് പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബോഗിൻ വില്ല കാണുന്നതിൻ്റെ ബാക്കിലൊക്കെ ഷാലേ റൂംസ് ആണ് കേട്ടോ. ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഡ്യൂപ്ലേ റൂംസ് ആണ്. പിന്നെ നേരെ കാണുന്നതാണ് നമ്മുടെ ഒലീവിയയുടെ മദർ. ഒലീവിയനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒലീവിയനെ നമുക്കിന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ആ നേരത്തെ ബോർഡ് കണ്ട സ്ഥലത്ത് നിന്ന് മേലേക്ക് കയറി, കാരണം അവിടെയാണ് ടെൻസ് ഒക്കെ ഉള്ളത്. അപ്പം നമുക്കിനി ടെൻസ് കണ്ടിട്ട് വരാം. എല്ലാ സ്ഥലത്തും ബൊഗെയിൻ വില്ല ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പിക്ചർ എടുക്കണമെങ്കിൽ ഇവിടുത്തെ ഏത് നുക്ക് ആൻഡ് കോർണറിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബിക്കോസ് എവ്രി കോർണർ ഇസ് ബ്യൂട്ടിഫുൾ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തൊരു പിക്ചറാണ്. ഇത് മാത്രമല്ല, ഒരുപാട് പിക്ചേഴ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സോ നിങ്ങളെ ഒരു പിക്ചർ കാണിച്ചു എന്ന് മാത്രം. സോ ഇവിടെ തൊട്ട് ഇനി അങ്ങോട്ട് ടെൻസ് ആണ്. ഒരു റൗണ്ട് ഷേപ്പിലാണ് ടെൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും നമ്പറും ഉണ്ട്, G1 G2 G3 എന്ന് പറഞ്ഞിട്ട്. ഫുള്ളി എക്വിപ്ഡ് ടെൻസ് ആണ്. നിങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബെഡൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റൂം ഇതാണ്. ആൻഡ് നടുക്കൊരു ഫയർ പിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് നല്ല ചില്ല് ചെയ്ത് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ സൈഡും കവർ ചെയ്തിട്ടുണ്ട്. തിരിച്ച് റൂമിൽ പോയിട്ട് നമുക്ക് ചെക്ക് ഔട്ടിനുള്ള പരിപാടികളൊക്കെ നോക്കണം. സോ ഇതായിരുന്നു നമ്മുടെ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് ടു ബി ഹിയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ പോലെ വന്ന് നിൽക്കാനും ഒക്കെ നല്ലൊരു പ്ലേസ് ആണ്. ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേവ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞങ്ങൾ ബീച്ച് സൈഡ് റൂമായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ റൂം വരുന്നത്. സോ അവിടെയായിരുന്നു ഞങ്ങളുടെ റൂം. ആൻഡ് ഇവിടെയും ഒക്കെ നമ്മൾ കുറേ നടന്ന് ഈ പ്രോപ്പർട്ടി മുഴുവനായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. സോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തത് 30th and 31st വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് 31st ആയി. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്യും. എത്രയായിരുന്നു നമ്മുടെ ചാർജസ്? 700 സംതിങ്. സോ 700 സംതിങ് ആയിരുന്നു ഞങ്ങളുടെ ബീച്ച് ഫേസിങ് യാഫ റൂംസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ റൂമിന് വന്നത് ഫോർ 1 night. അതിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അത്രയും ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഫുഡ് ഇസ് ലൈക്ക് ക്വൈറ്റ് ആവറേജ്. പക്ഷേ ആംബിയൻസ് 10 out of 10. സോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. യാഫ 4 ഞങ്ങൾ സ്റ്റേ ഇന്ന് കഴിയാണ്. നമ്മൾ എപ്പോഴും ഒരു റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചെക്ക് ഔട്ടിൻ്റെ സമയത്ത് റൂം എങ്ങനെയാണോ നമുക്ക് തന്നിരുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെ റൂമിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. അതെൻ്റെ പേരൻസിനോട് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണെങ്കിലൊക്കെ നീറ്റാക്കി വെച്ചിട്ടേ യൂഷ്വലി ഇറങ്ങാറുള്ളൂ. അപ്പം എപ്പോഴും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യും നമ്മൾ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടോ, നമ്മുടെ വാല്യുബിൾസ് എന്തെങ്കിലും അവിടെ ആയിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ. സോ അങ്ങനെ നമ്മൾ എല്ലാം നീറ്റായിട്ട് തന്നെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പറഞ്ഞ ടൈമിൻ്റെ ഒരു 10 മിനിറ്റ് നേരത്തെ ഞങ്ങൾ ചെക്ക് ഔട്ടിന് റെഡിയുമായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആ സ്റ്റേ അറ്റ് ബനാൻ ബീച്ച്. നമ്മുടെ യാഫ 4 വിട പറഞ്ഞു. നമ്മളിനി പോവാം ബാക്ക് ടു ദുബായ്. എൻ്റെ ഹാറ്റ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഹാറ്റും മേലത്തെ ഹാങ്ങിങ്സും ഒരേപോലത്തെ തൊപ്പി. പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഡോഗ് ഷവറിനൊരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ ഇവിടെ ബാറുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂളിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ബാറുണ്ട് എന്നുള്ളത്. നമ്മുടെ മെയിൻ പൂളിൽ ബോൾസും യൂണിക്കോണൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് പൂൾ പാർട്ടിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു.
പിന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത്, അതായത് റിസപ്ഷൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. സോ ഈ ഒരു സ്റ്റോറിലുള്ളത് ക്ലോത്ത്സും ആക്സസറീസ്, ബാഗ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ബീച്ച് വെയറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ കുറേ ഇങ്ങനത്തെ നല്ല നല്ല ഇയറിങ്സും ബ്രേസ്ലെറ്റ്സും ഒരു ബീച്ച് വൈബ്സ് തരുന്ന കുറേ ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്നും പർച്ചേസ് ചെയ്യാം. ഈ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒലീവിയാണ് ദേ ആ കാണുന്ന ട്രീ. അപ്പോൾ ഫൈനലി നമ്മൾ ഒലീവിയനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് പ്രൊവിഷണൽ സ്റ്റോറാണ്. ഇവിടെ നിങ്ങൾക്ക് ടോയ്ലറ്ററീസ്, ടോയ്സ്, പിന്നെ ഈറ്റബിൾസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്, വാട്ടർ അങ്ങനെ എല്ലാം കിട്ടും. സോ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആ സ്റ്റോറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് നെത്തിന് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയും വന്നു. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്കിനി വേറെ വ്ളോഗായിട്ട് വീണ്ടും കാണാം.